ഹായ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുക്കിങ്ങും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പം ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ രാവിലെ ഞാൻ എണീറ്റു. എന്നിട്ട് ഒരു ഷെയ്ക്കും പിന്നെ മുട്ടയൊക്കെ ഉണ്ടാക്കി ഏട്ടനും മോൾക്കും ചായ കൊടുത്തു. അവർക്ക് അത് മതി എന്ന് പറഞ്ഞു. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു 10-11 മണിയായിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. അവിടെ അത് അവർക്ക് കൊടുത്ത് അവരോട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 11 മണിയൊക്കെ ആയി. 10 മണിയായി. 10 മണിയായിട്ടും ഇവിടെ എത്തി ഞങ്ങൾ കൊഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് അതുകൊണ്ട് കറി വെച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം രാത്രി കിടക്കുമ്പോൾ തന്നെ 12 മണിയായിട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പൊന്നും ഇല്ലാത്തൊരിതായിരുന്നു. അപ്പോൾ രാവിലെ ഏട്ടൻ പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഷേക്ക് ഉണ്ടാക്കി തരാമെന്ന്. അക്കൂട്ടത്തിൽ ഓരോ മുട്ടയുണ്ടാക്കി അങ്ങനെ ഷേക്കും മുട്ടയൊക്കെ കഴിച്ചിട്ട് ഇപ്പം അവരൊക്കെ പോയി മോളെ ഉറക്കി ഞാനൊന്ന് കുളിച്ച് റെഡി ആയി വരികയാണ്. പിന്നെ കുളിച്ച് റെഡി ആയിട്ട് ഇത് ഇടാൻ കാര്യം എല്ലാവരും ചോദിക്കും ഇതെന്താണ്, എന്ത് കോലാണ്, വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ള ഇതൊക്കെ ഞാൻ മുന്നേ കുറെ കേട്ടിട്ടുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പഴയ കുറേ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയ കൂട്ടത്തിൽ എനിക്കിപ്പം കുറച്ച് ഡ്രസ്സ് മാത്രമേ വീട്ടിൽ നിന്ന് ഇടാനുള്ളൂ. അപ്പം അതാണെങ്കിൽ ഇവിടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അലക്കി ടെറസിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്, ആറിയിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളതൊക്കെ കുറച്ച് ടൈറ്റാണ്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇട്ട് നടക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ചുരിദാർ പോലത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ചിങ്ങനെ ലൂസായി കിടക്കുന്ന ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഏട്ടൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ. അങ്ങനെ ഏട്ടൻ്റെ ഈ ഒരു ബനിയൻ ഞാൻ എടുത്തും കിട്ടും. ഇതിനകത്ത് ഒരാൾക്കും കൂടെ കയറാനുള്ളതുണ്ട്. അത്രയ്ക്ക് വലുതാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ഇടുന്ന ഒരു സംഭവമാണ് ഏട്ടൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ഷർട്ടാണെങ്കിലും ബനിയനാണെങ്കിലും ഒക്കെ. അപ്പം ഡ്രസ്സിനെ കുറിച്ച് ആരും ശ്രദ്ധിക്കേണ്ട, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ രാവിലെ തന്നെ ഏട്ടനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് തേങ്ങ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ കൂടി നമ്മൾ പൊളിച്ചിട്ട് വെച്ചപ്പോ ഏട്ടൻ പറഞ്ഞു ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ കേടായി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കേടാവണ്ട മോന്നത് ചിരവിത്താ, നമുക്കിങ്ങനെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ എടുക്കാം. അപ്പൊ എനിക്ക് മോളെയും കൊണ്ട് പണിയെടുക്കുന്ന സമയത്ത് അതിന് വേറെ സമയം കളയണ്ടല്ലോ, അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ പാവം രാവിലെ തന്നെ ആ തേങ്ങ ഒക്കെ എനിക്ക് ചിരയി തന്ന തേങ്ങ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മോൾ എണീക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും തേങ്ങയുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിനകത്ത് വെക്കാം കേട്ടോ. ഫ്രീസറിനകത്ത് വെക്കാന്ന് വെച്ചാൽ ഇത്രയും തേങ്ങ ഒക്കെ നമുക്ക് എനിക്കൊന്ന് ഒരു മാസമൊക്കെ ഉപയോഗിക്കാനുള്ള തേങ്ങ ഉണ്ട്. നമ്മൾ എന്താണെങ്കിലും കുറച്ച് തേങ്ങ എടുക്കുള്ളൂ. തേങ്ങ അരച്ച കറി അങ്ങനെ വെക്കാറില്ല. തേങ്ങ അരച്ച കറി ആയിട്ട് അങ്ങനെ ഇഷ്ടമില്ല. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനത്തെ മോൾക്ക് എന്തെങ്കിലും കഞ്ഞിയിലിടാനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ തേങ്ങ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ തേങ്ങ അത്രത്തോളം വേണ്ടി വരില്ല. നമുക്കിത് ഫ്രീസറിനകത്തേക്ക് വെക്കാം. ആവശ്യം വരുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഫുൾ തേങ്ങ ചിരകിയിട്ട് നമ്മൾ ഈ ഒരു ട്രെയിലായിരുന്നു കേട്ടോ തേങ്ങ ചിരയിപ്പിച്ചതായിരുന്നു കൊണ്ട്. അപ്പൊ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ മോള് കരയാൻ തുടങ്ങി. അപ്പൊ ഇതൊന്നും ക്ലീൻ ആക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ ഈ കട്ടി വരുന്ന തേങ്ങയില്ലേ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചേമ്പുണ്ട് കേട്ടോ. അപ്പൊ ആ ചേമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ ആവശ്യം വരും. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് കുക്കറിലേക്ക് വെക്കാം. ഇത് ഇന്നലെ നമ്മൾ വാങ്ങിയ ചെമ്മീനാട്ടോ. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ചെമ്മീൻ കൊതിയന്മാരായതുകൊണ്ട് തന്നെ 100-300 രൂപയുടെ ചെമ്മീൻ വാങ്ങിയിട്ട് കുറേ ഞങ്ങൾ ഇന്നലെ എടുത്ത് കറി വെച്ചു. അത് കഴിച്ചു. അതിന് ശേഷമുള്ളതാണിത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും കറി വെക്കോ വറക്കോ എന്തെങ്കിലും ചെയ്യണം. എന്താണെങ്കിലും ഇത് കട്ടയൊക്കെ മാറിക്കോട്ടെ, നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ പുറത്ത് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാട്ടോ. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഒന്നാമത്തത് ഒരു ദോശക്കല്ലാട്ടോ. ദോശക്കല്ല് ഇവിടെ ഇല്ല. നമ്മൾ ചപ്പാത്തി പോലും പാനിൻ്റെ അകത്താണ് ചുട്ടെടുത്തത്. പിന്നെ ഇങ്ങനെ വാങ്ങാലോ എന്ന് പറഞ്ഞിങ്ങനെ വെച്ച് അവസാനം ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അങ്ങനെ ഒരു പാന് വാങ്ങി, ചെറിയൊരു പാനാണ്. ഞങ്ങൾക്കത് മതിയല്ലോ. ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ പാക്കറ്റ് ചപ്പാത്തിയൊക്കെ വാങ്ങിയാൽ കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല. അത്രയ്ക്ക് ചെറുതാണ്. നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെറുത് നോക്കിയാൽ വാങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആവശ്യമുള്ളൂ എന്ന് തോന്നിയിട്ടാട്ടോ. ഇതുണ്ടോ, ചെറിയൊരു പാന്. അതിനകത്തൊരു ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ പറ്റുമായിരിക്കും. ഇത് കൂടാതെ ഒരു ഇഡ്ഡലിച്ചെമ്പും നമ്മൾ ചെറുതന്നെ വാങ്ങിയത്. 2 തട്ട് വരുന്ന ചെറിയ ഇഡ്ഡലിച്ചെമ്പ്.
2 ചെറിയ തട്ടും പിന്നെ ഉള്ളിലത്തെ മറ്റേ ആ ഒരു സംഭവം വരുന്നതാണ്. ഇതാണെങ്കിൽ പോലും രാത്രി വാങ്ങിയതുകൊണ്ട് നോക്കാതെ ഞങ്ങൾ വാങ്ങി. ഉള്ളിലൊരു കരി പോലത്തെ സംഭവം കാണുന്നുണ്ട്. പണി കിട്ടിയതാണോന്ന് അറിയില്ല. എന്താണെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ ഒറിജിനൽ ആണോ എന്നൊക്കെ ഉള്ളത്. അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ളൊരു സംഭവം കേട്ടോ. 820 MRP ഒക്കെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഓർമ്മയില്ല എത്ര പൈസയാന്നുള്ളത്. അപ്പം ഈ ഒരു ഇഡ്ഡലി ചെമ്പ്, ചെറിയൊരു അരിപ്പ കണ്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ സേവ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ഓൺലൈനിലാകുമ്പോൾ പൈസ കുറവാണ്, പക്ഷെ നമ്മൾ വരുന്നവരെ കാത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതും വാങ്ങി. ഇത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ ഇതിനകത്തേക്കാവും. അപ്പൊ നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഇതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഇതിനകത്തൊക്കെ വേസ്റ്റ് പോകുകയാണെങ്കിൽ ഇതിങ്ങനെ എടുത്ത് കളയാം. ഇതൊക്കെ ആയില്ലേ. കൂടാതെ മോളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെ ഇടുമ്പോൾ എനിക്ക് തുടയ്ക്കലും അടിക്കലും തന്നെയാണ് പണി കേട്ടോ. എന്ത് ഫുഡ് കൊടുത്താലും അത് അവിടെ ആക്കി പരത്തി താക്കി കൊളാക്കിയിടും. അപ്പം എനിക്ക് തുടയ്ക്കുന്ന സമയത്ത് ഇവിടെയുള്ള മോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റ് ആണ്. എനിക്കിങ്ങനെ പീഞ്ഞെടുത്താലൊന്നും സെറ്റ് ആവില്ല. അപ്പം ഞാൻ ഓൺലൈനിൽ ഞാൻ ഈ ഒരു സാധനം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ സമയത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തു. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്, ഓൺലൈനിൽ റേറ്റ് കുറവാണ്. അങ്ങനെ ഞാൻ ഈ ഒരു മോപ്പ് വാങ്ങി. ഇതാകുമ്പം ഞാൻ കാണിച്ചു തരാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ, എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ കുത്തിയിട്ട് മുകളിലോട്ട് വലിച്ചിട്ട് ഇവിടെ ഈ ഒരു സംഭവത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കറക്കി കൊടുക്കാം. നമ്മൾ സിമ്പിളായിട്ട് ഇതിനകത്തുള്ള വെള്ളമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വീണ്ടും നമ്മൾ ലൂസ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് തുടച്ചു കൊടുക്കാം. പണി കഴിഞ്ഞു. ഈ ഒരു സംഭവം ഭയങ്കര ഉപകാരമാണെന്ന് എനിക്ക് തോന്നുന്നത് വർക്കാണെങ്കിലാട്ടോ. കാരണം മറ്റേത് എനിക്ക് പറ്റൂല, വെള്ളമായിട്ട് ഇങ്ങനെ നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ പീഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ തുടയ്ക്കാനും മടിയായിരുന്നു. ഇത് പിന്നെ കുറച്ചൊരു ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഓൺലൈനിൽ നോക്കി പിന്നെ റേറ്റ് കുറവാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അടുത്തെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ പാല് വാങ്ങൽ പാക്കറ്റ് പാലാണ് വാങ്ങൽ, മോൾക്ക് കൊടുക്കാനൊക്കെ പാക്കറ്റ് പാലാണ്. അപ്പൊ ആ പാൽ എങ്ങനെ വെക്കാന്ന് വെച്ചാൽ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ പാക്കറ്റോടെ തന്നെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കും, വീഴാതെ. ആ പാത്രത്തിൽ ഞാൻ കാണിച്ചു തരാം, ഒരു ഡമ്മ കാണിച്ചു തരാം കേട്ടോ. ഇത് വെക്കാൻ പാടുണ്ടോന്ന് അറിയില്ല, കാരണം നമ്മൾ 1 ലിറ്ററിന്റെ പാൽ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പാത്രത്തിൽ നിന്നും കൊള്ളാത്തതുകൊണ്ട് ഇവിടുത്തെ പാത്രത്തിന്റെ ലഭ്യത കുറവ് കാരണം നമ്മൾ ഈ ഒരു 1 ലിറ്ററിന്റെ പാക്കറ്റ് പാൽ ഇങ്ങനെ വെച്ചു, വീഴാതിരിക്കുകയാണ്. കാരണം നമുക്ക് പൊട്ടിച്ച് വയ്ക്കാനൊന്നും വേറെ പാത്രമില്ലായിരുന്നു. ഇന്നലെ പോയ സമയത്ത് ഞാൻ 1 ലിറ്ററിനല്ല, ഒരു 500 ലിറ്ററിന്റെ പാലൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റുന്ന നേരത്തുള്ള ഈ ഒരു മൊന്ത വാങ്ങി. ഇത് കണ്ടപ്പോൾ സച്ചിനേട്ടനെ കളിയാക്കി വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇങ്ങനെ ഞാൻ തുറന്നു കാണിച്ചു. ഇതിനകത്ത് ഇന്നലെ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അമ്മ മോക്ക് കുറച്ച് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ മൈക്കാവിൽ പാൽ എന്ന് പറഞ്ഞ പാലുണ്ട്, സൊസൈറ്റിയിലെ പാല്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് നമുക്കൊരു മനസ്സുകൊണ്ട് തോന്നലുണ്ടാവുമല്ലോ. അപ്പൊ ആ പാല് തന്നിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു വെച്ചാട്ടോ. കേടായില്ലാന്ന് വിചാരിക്കും. അതൊന്നും കൂടാതെ നമുക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു ഒരു കപ്പ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടോ, ചായപാത്രത്തിൽ തന്നെയാണ് കൊണ്ടുപോയിട്ട് ആ ടേബിളിൻ്റെ അവിടെ വെച്ചിട്ട് കുടിക്കുക. ഇതാകുമ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ചാലും ചായ ഉണ്ടാക്കിയാലും ഒക്കെ ഇതിനകത്ത് ഉപകാരം. നല്ല കട്ടിയൊക്കെ ഉള്ള ഒത്തൊരു നല്ലൊരു പാത്രം. അതുകൂടാതെ നമ്മൾ അവിടത്തേക്ക് ഒരു ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രിഡ്ജിനടിയിൽ വെക്കുന്നത്. പിന്നെ കുറച്ച് പച്ചക്കറി കാര്യങ്ങൾ ഇവിടത്തേക്കും അവിടത്തേക്കും ഒക്കെ ആയിട്ട് വാങ്ങി. മോൾ എണീറ്റിട്ടുണ്ട്. നമ്മൾ ചായ ഉണ്ടാക്കലുണ്ടാവില്ല, ഒന്നും ഉണ്ടാക്കലുണ്ടാവില്ല. ഞാനൊന്ന് പോയിട്ട് അവളെ കണ്ടിട്ട് വരാം. എന്താണ് അമ്മയോ? ഏതമ്മ? മോളെ ശല്യം ചെയ്യുന്നുണ്ട് ആരേലും? ഉമ്മിഞ്ഞോ? ആ അമ്മ വരെ കേട്ടോ. മോൾ ഒരു വിധത്തിൽ TV ഒക്കെ തുറന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് കുറച്ച് പാൽ വെള്ളം ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. പാലിന്റെ ഒരു അവസ്ഥ നമുക്ക് അറിയൂല, എന്താണെങ്കിലും ഒഴിച്ചു നോക്കാം. അത്യാവശ്യം പാലെടുക്കാം, കാരണം കേടായി പോയിണ്ടേ പിന്നെ ഇതായിപ്പോ വെറുതെ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. പാല് കൂടാതെ എന്തെങ്കിലും കഴിക്കാനും കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലുള്ള കുട്ടിയായിട്ടുള്ള സമയത്ത് പുതിർത്ത് കൊടുക്കലെന്ന്, അത് ഇവിടെ വന്ന് കൊടുക്കുമ്പോഴും അവള്
കഴിക്കലുണ്ട്. അപ്പം അന്ന് വാങ്ങിയത് വേസ്റ്റ് ആയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ ശർക്കര തേങ്ങ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണെങ്കിലും അത് കഴിക്കാം. എനിക്ക് കാരണം വിശക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. ആ ഒരു ഷേക്ക് ഒന്നും എവിടെ ആയാലും. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ മോളെ കാണുന്നുണ്ടോ? അവൾ ഊരി കളിക്കാട്ടോ. മറ്റേ ഇപ്പൊ വാങ്ങിയില്ലൊരു സാധനം അതിന്. നമുക്കിനി മെയിൻ ആയിട്ട് വേണം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് അവിലിട്ടോ. എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ അവില് എന്താ പറയാ നല്ലതാണ് ഹെൽത്തിന് എന്നാണ് ഉള്ളത്. ഇതിപ്പോൾ അവൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും കൂടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പം എനിക്കും കൂടെ ഉണ്ടാക്കാനായിരിക്കുന്നു. നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ചെറിയൊരു കുത്തിക്കഴിഞ്ഞാൽ കുറച്ച് അവിടെ വേണമുള്ളൂ. ഇനി ഇത് മാറ്റി വെക്കാം. ഇത് വലിയ കഷ്ണമാണ്. ബാക്കി നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ശർക്കര അധികം പൊടിഞ്ഞിട്ടില്ല, ഇട്ട് കൊടുക്കാം. ഒന്ന് കുഴച്ചെടുക്കുമ്പോഴേ റെഡി ആവുമായിരിക്കും. തേങ്ങ പൊതുവെ ഞാൻ മോൾക്ക് ഇട്ട് കൊടുക്കില്ല. മോൾക്ക് പിന്നെ ഒന്നും ഇടയില്ല. തേങ്ങ നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതിന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാനും കൂടെ കഴിക്കുന്നുണ്ട്. അവൾക്ക് തേങ്ങ അത്ര വേണ്ടല്ലോ. ഇത് പിന്നെ എനിക്കിവിടെ കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. നമുക്ക് അവൾക്ക് പാലൊഴിച്ച് കൊടുത്താൽ മതി, അവൾ കഴിച്ചോളൂ. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നല്ലോണം കുഴച്ചെടുക്കാം. അവൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലേറ്റിൽ കൊടുക്കാം കേട്ടോ. കുറച്ച് ആദ്യം കൊടുത്ത് നോക്കാം. മോളുടെ ഫുഡിനെ കുറിച്ച് ഇടാൻ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മോളുടെ ഫുഡിനെ കുറിച്ച് ഇടാൻ എന്ന് പറയുമ്പം അവൾ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിക്കൂല. ഏതെങ്കിലും ഒക്കെയാണ് കഴിക്കുക. നമ്മൾ ഇതിനകത്ത് പാടൊക്കെ ഹെൽത്തിന് നല്ലതാണ്. ഇത് അവിടുന്ന് പൊതിർന്നോട്ടോ കേട്ടോ കുറച്ച്. അതിന്റെ മുകളിൽ TV കാണാം കേട്ടോ. അതിന്റെ മുകളിലൊക്കെ കയറി വന്നിട്ട് പുതിയ കളിപ്പാട്ടം വാങ്ങിയല്ലോ. കാട്ടാട്ടോ ഇരിക്കാലോ കേട്ടോ. ഒട്ടാട്ടോ തൊയ്ക്കരുതേ. ഒട്ടാട്ടോ ഇല്ലാക്കാണ്ട് ഞാൻ തിന്നോട്ടോ. TV വെച്ചേരാം അമ്മ. ഒരു 10-15 മിനിറ്റ് അവൾ അവിടെ ഇരുന്നോളും. നമുക്ക് അവൾക്കുള്ള പാലും കൂടെ കൊടുക്കാം കേട്ടോ. പാലും കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഞാൻ കഴിക്കാം. പാൽ അവള് കുടിക്കാൻ ചാൻസ് കുറവാണ്, കുറച്ചേ കുടിക്കുള്ളൂ. ബാക്കി നമുക്ക് കുടിക്കുകയോ നമുക്ക് ചായ ഉണ്ടാക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാണെങ്കിൽ ഞാനും കുറച്ച് പാലെടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് കഴിക്കാം. അവൽ കുറച്ച് പാലൊഴിച്ചല്ലോ, നമുക്ക് അങ്ങനെ കഴിച്ചു നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെ ചായയാണ് ഇഷ്ടം. ചായയും അവലിതും ഒരു പഴവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായ. ചായ വേണം, നമുക്ക് സെറ്റാവില്ല. ഞാൻ നാളെ കഴിച്ചിട്ട് വരാവേ. എന്തായാലും നമുക്ക് ഈ ഒരു സംഭവമൊക്കെ എടുത്തിട്ട് കൊഞ്ച് കറി ഉണ്ടാക്കാം. ഈ ഒരു കോംബോ ആയിട്ട് വാങ്ങിയിട്ടുള്ള അടപ്പുള്ള പാത്രം ഭയങ്കര ഉപകാരമായിട്ട്. അങ്ങനെ എല്ലാ ഫുഡും ഇതിനകത്ത് തന്നെ ഉണ്ടാക്കൽ. ഇപ്പോൾ എന്താ പറയുക, നമുക്കൊരു റൈസിന്റെ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനത്തെ ഉണ്ടാക്കാനാണെങ്കിലും ഒരു പാനായിട്ടാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 4 പാത്രം ഉണ്ടല്ലോ, അതിനൊക്കെ അടപ്പുണ്ട്. ഭയങ്കര ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഉപ്പ് വരണൊക്കെ നമ്മൾ പിന്നെ ഇവിടുന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. മറ്റേത് ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോൾ പൊട്ടിപ്പോന്ന് പേടിച്ചിട്ടാണ്. പക്ഷെ അത് നല്ല സേഫ്റ്റി ആയിട്ടാണ് അയക്കെങ്കിലും എനിക്ക് ചെറിയൊരു പേടി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മള് കടയിൽ നിന്ന് തന്നെ വാങ്ങാന്ന് വെച്ചിട്ട് അങ്ങനെ കടയിൽ നിന്ന് തന്നെ വാങ്ങി. ഇതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് ചെമ്മീനും ആവശ്യത്തിലുള്ള ഇട്ടിട്ട് കുറച്ച് നമ്മൾ പൊരിക്കാൻ വേണ്ടി മാറ്റി വെക്കും കേട്ടോ. പൊരിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കും. അല്ലാത്ത നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് തലയൊക്കെ മാക്സിമം ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ കറി വെക്കാൻ പോവാണ്. അപ്പൊ എന്താണ്, ഞാൻ കറിയൊക്കെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് അവിടെ നിന്ന് വെന്തോട്ട് കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് വേണ്ട സമയം കൊണ്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. നമ്മള് അവിടെ മീൻ വെച്ചിട്ടുണ്ട്, ഒരു പാന് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ ഇടാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചെമ്പ്, ഇതാണ് ഏട്ടന് സ്പെഷ്യൽ സാധനം. ഏട്ടൻ 2-3 ദിവസമായി ചെമ്പ് കൊണ്ടുവന്നിട്ട്. അപ്പം എന്താ പറയാ, എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ നന്നാക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കായിരുന്നു. ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായിപ്പോ. അപ്പം പാവത്തിന് വേഗം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇന്ന് വരുമ്പോഴത്തേക്ക് ചേമ്പും നല്ല പിന്നെ കുറച്ച് ചോറും. അത് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അത് വേഗം തിന്നാട്ടോ. കൊഞ്ച് മുളകിട്ടത്, കൊഞ്ച് വറുത്തത്, പിന്നെ ഇന്നലത്തെ വെണ്ടത്തോരനുണ്ട്.
ഞാൻ ഇതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കട്ടെ. മോള് കരയാന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് എന്താ പറയുക, കൊഞ്ച് വറുത്തൊക്കെ കൂട്ടിപ്പോയി ഫുഡും കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് മോളെ ഉറക്കാൻ പോയ ആളാണ് ഞങ്ങൾ. ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ ബ്രഷായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കത് കളിക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ മോളെ ഉറക്കി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പിന്നെ ഞാൻ മോളും കൊണ്ടുപോകും ഉറങ്ങി. അങ്ങ് കൊണ്ടുപോയി കളിക്കിസാ, അങ്ങോട്ട് കൊണ്ടോട്. ഓള് ഇവിടുന്ന് റിവ്യൂ ആണ് ഇതങ്ങനെ വാങ്ങിയതാന്നൊക്കെ. ഓരോട് പറഞ്ഞു കൊടുക്ക്. ഇത് വാങ്ങിയതാ പറ. ഷോപ്പിൽ നിന്ന് വാങ്ങിയതാന്ന് പറ. സൂപ്പറാ പറ. ലിങ്ക് കൊടുക്കാന്ന് പറ. ഓക്കെ അങ്ങ് പോയി കളിച്ചതാ. വാങ്ങിയതാ ഇനി മതി കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് മോളെ ഉറക്കി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് വന്ന് ഞാൻ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടനോട് ഞാൻ ചോദിച്ചു ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ലെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഫുഡ് വീട്ടിൽ നിന്ന് ഓൾറെഡി അമ്മ ഉച്ചക്കേക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, എന്തൊക്കെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഫുഡ് വേസ്റ്റ് ആവുന്നതുകൊണ്ട് അവർ രാത്രി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചത് വെറുതെ ആയില്ല. ഒന്നുകിൽ നമുക്ക് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാം, അല്ല അത് അങ്ങനെ തന്നെ കട്ട് ചെയ്ത സാധനം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നാളെ കുക്ക് ചെയ്യാം. ബാലൻസ് എനിക്കിപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച പോലെ തന്നെയാണ്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് വെക്കണം, ഇല്ല ഏതെങ്കിലും ഒന്ന് ചെയ്യണം. പിന്നെ നമ്മൾ അരി പൊതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി നമ്മൾ രാവിലെ പൊതിർത്ത് വെച്ചാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ ഒരുമിച്ചല്ല പൊതിർക്കണം. ഞാനിപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാ കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കലില്ല, പക്ഷെ എനിക്ക് ഇഡ്ഡലി കഴിക്കാനൊരു കൊതി. കാരണം ചെമ്മീൻ കറി ഉണ്ടല്ലോ, ചെമ്മീൻ കറി ഇന്ന് എന്താണെങ്കിൽ സച്ചിനേട്ടൻ കൂട്ടൂല. അപ്പോൾ ബാലൻസ് വന്നാൽ ചെമ്മീൻ കറീൻ്റെ കൂടെ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സാമ്പാറൊന്നും രണ്ടാൾക്കും ഇഷ്ടമല്ല ഈ ഇഡ്ഡലിൻ്റെ കൂടെ. ഒന്നിക്കെ ചിക്കൻ കറി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മീൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. അതും പുളിയില്ലാത്ത എന്തായിരിക്കണം, ഇഡ്ഡലി ആയിരിക്കണം. എന്താണെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒന്ന് പഠിക്കണം. ആദ്യം നമുക്ക് ഈ ബാറ്റർ ഒന്ന് അരച്ചെടുക്കാം. അറിയാത്തതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരുമിച്ച് നമ്മൾ ഉഴുന്നും പച്ചരിയും പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഒരുമിച്ച് പൊതിർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ കണ്ട സമയത്ത് ഇത് രണ്ടും സെപ്പറേറ്റ് അരച്ചെടുക്കണം എന്നൊക്കെ വീഡിയോനകത്ത് ഉണ്ട് കേട്ടോ. അപ്പം അറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, അറിയാവുന്ന പോലെ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കാം. കഴുകാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഓൺലൈനിൽ ഞാൻ കണ്ടു കേട്ടോ, മറ്റേ അരിപ്പ പോലത്തത്. ഇതും ബെറ്ററാണ്. നല്ലോണം കഴുകി നമ്മളാ വെള്ളം ഇങ്ങനെ തന്നെ അങ്ങ് പോയിക്കോളാം. അരിപ്പ ഇതില്ലേ, ജ്യൂസിന്റെ അരിപ്പയിൽ കഴുകുകയാണെങ്കിൽ. എന്താണെങ്കിലും അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. സംഭവം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നാളെ രാവിലെ അറിയാം ഇതിന്റെ റിസൾട്ട് കേട്ടോ. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, ഷോർട്ട് വീഡിയോ എടുക്കാം, തിരക്കിട്ടതാക്കല്ലേ. അപ്പൊ ഇതിങ്ങനെയാ വന്നിട്ടുള്ളത്. വെള്ളം കൂടുതലാണോ കുറവാണോ എന്ന് അറിയില്ല. വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല, ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിനകത്തേക്ക് ഇട്ട് വെക്കാം. നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെക്കേ. ക്യാമറ ഇളക്കല്ല മോളെ, ഒഴിച്ചു വെക്ക. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയും, എന്നാലേ അറിയുള്ളൂ. പിന്നെ ഇതിന്റെ ബാറ്ററിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചേർത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു രൂപത്തിന് ചേർത്തതാണ്. ഓക്കെ, എന്താണെങ്കിലും നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഡെയിലി ഇത് തന്നെയാണ് പണി. 10 മണി 11 മണി ഫുഡ് കഴിക്കാം. നേരത്തെ കഴിക്കാന്ന് വിചാരിക്കുമ്പോൾ ചേട്ടൻ വരൂല. ഞാൻ വിചാരിക്കുന്നു ഈ പിന്നെ ഇതുണ്ടോ ചേമ്പുണ്ടല്ലോ, ചേമ്പ് നല്ലോണം കഴുകിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നാളെ ഉണ്ടാക്കാൻ സമയമില്ല. മോൾക്ക് പാലൊക്കെ കാച്ചി കൊടുത്തിട്ട് മോളൊക്കെ ഇതാകണം. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇത് ക്ലീൻ ആക്കിയിട്ട് ഒരു ഡപ്പയിലിട്ടിട്ട് അതിനകത്ത് വെക്കാം, നാളെ ഉണ്ടാക്കാം. പണ്ടൊരു ക്രിസ്മസിന്റെ കേക്ക് വാങ്ങിയതാണ്, അപ്പൊ ഇതിനകത്ത് ഫ്രീസറിനകത്തേക്ക് വെക്കാം. ആ വീട്ടിലൊക്കെ എല്ലാവരും ഉറങ്ങിയോ, ലൈറ്റൊക്കെ പോയി. നേരത്തൊക്കെ ലൈറ്റ് കാണായിരുന്നു. സച്ചിനായിട്ട് ഇതുവരെ വന്നില്ല. വേണ്ടോ, ഇതടച്ച് അങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നാളെ നമുക്ക് ഉണ്ടാക്കിക്കോളൂ. ആണെങ്കിൽ ഏട്ടൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.